എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നവരാത്രിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നവരാത്രി 9 ദിവസത്തെ വലിയ ആഘോഷമാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ. നമ്മളുടെ കൊച്ചു കേരളത്തിൽ 3-4 ദിവസത്തെ ആഘോഷമാണ് കൂടുതലും. അത് നമ്മൾ നവരാത്രി എന്ന് പറയുന്നത് സരസ്വതി ദേവിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പുസ്തകം പൂജയ്ക്ക് വയ്ക്കുക, അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർ അവരുടെ ജോലി ചെയ്യുന്ന എന്ത് വസ്തുവായാലും അത് പൂജയ്ക്ക് വയ്ക്കുക, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പൊതുവെ. നോർത്തിലേക്ക് പോകുമ്പോൾ നവരാത്രി ദുർഗാദേവിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ദുർഗാദേവിയുടെ 9 അവതാരങ്ങൾ, ഓരോ ദിവസവും ഓരോ അവതാരത്തെ പ്രകീർത്തിച്ചുകൊണ്ടിട്ടുള്ള പൂജയും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇന്നേ ദിവസം എന്ന് പറയും 4-ാം ദിവസമായി. 4-ാം ദിവസം ദേവി കുഷ്മാണ്ഡ ദേവിയാണ് ആരാധിക്കുന്നത്. നമ്മളുടെ ആ ഒരു കേരളത്തിന്റെ അങ്ങോട്ടേക്ക് വരുമ്പോൾ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വലിയ ധാരണ അധികം പേർക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന് നമ്മൾ ഗണപതി ഭഗവാന്റെ ടാരോട്ട് കാർഡ് എടുത്തു വെച്ചിരിക്കുന്നത് ഇന്നേ ദിവസം തന്നെയാണ് ചതുർത്ഥി. അപ്പോൾ ചതുർത്ഥിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്കൊരു സന്ദേശം നൽകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മളിവിടെ കാർഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തെയും ക്യൂരിയോസിറ്റിയാണ്. ആകാംക്ഷയോടുകൂടി കൂടിയിട്ട് മുന്നോട്ടേക്ക് പോവുക. ജീവിതത്തെ മുന്നോട്ടേക്ക് ഒരു ഭയമോ അകാരണമായിട്ടുള്ള ഭയമോ നെഗറ്റിവിറ്റിയോ ഒന്നും മനസ്സിൽ കൊണ്ടുവരാതെ ആകാംക്ഷയോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പ്രതീക്ഷയോട് കൂടിയിട്ട് ജീവിതത്തെ നോക്കി കാണുക. ഇതൊരു പുതിയ തുടക്കമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കിത് കഴിയില്ല, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഭയമൊക്കെ ഉണ്ട് എങ്കിൽ അത് മാറ്റാനായിട്ട് ഗണപതി ക്ഷേത്രം സന്ദർശിക്കുക. അതേപോലെ തന്നെ ഗണപതി ഓം വിഘ്നേശ്വരായ നമ എന്നുള്ള മന്ത്രം ജപിക്കാം. അത് 108 തവണ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒത്തിരി ഗണപതി മന്ത്രങ്ങളുണ്ട്, അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾക്കും ജപിക്കാവുന്നതാണ് 108 തവണ. ഇന്നേ ദിവസം ചതുർത്ഥിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ കൂടി നമുക്ക് ചതുർത്ഥിയെ കാണാം. അപ്പോൾ അത് നിങ്ങൾ ഗണപതി ക്ഷേത്രം സന്ദർശിക്കുന്ന നല്ലതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ഇപ്പോൾ ചെയ്തു തുടങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. ഇന്ന് ഓം എന്നുള്ളൊരു മന്ത്രം എഴുതിയതിനു ശേഷം അത്, അല്ലെങ്കിൽ നിങ്ങളുടെ മതപരമായിട്ട് ഓം എന്നുള്ളത് മന്ത്രമായിട്ട് വരുന്ന മറ്റു കാര്യങ്ങൾ, അതായത് ഓം നമ ശിവായ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് അത് മന്ത്രമായിട്ട് വരുന്നത്. ഓം എന്നുള്ളത് ഒരു കോസ്മിക് സൗണ്ടാണ്. ആ സൗണ്ടിന്റെ എനർജി വൈബ്രേഷനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുക. ആ ഒരു പോസിറ്റീവ് എനർജി തരുന്ന വൈബ്രേഷനാണ്. അതുകൊണ്ടാണ് ഓം എന്നുള്ളത് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എഴുതി വയ്ക്കുക. ഞാൻ ഇതിൽ എഴുതുന്നതോടുകൂടി ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങുകയാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നവരാത്രി 4-ാം ദിവസം കുഷ്മാണ്ഡ ദേവിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഓം ദേവി കുഷ്മാണ്ഡായ നമ എന്ന് പറയുന്ന മന്ത്രം 108 തവണ ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തി, സന്തോഷവും, അതായത് ശാരീരികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ശാരീരിക പ്രശ്നങ്ങളൊക്കെ അകലാൻ സഹായിക്കും. കാരണം നമ്മൾ ദേവിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയപ്പെടുന്ന കഥ എന്ന് പറയുന്നത്, ഭഗവാൻ ഈ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ കുഷ്മാണ്ഡ ദേവി ആദിസ്വരൂപിണി, ആദിശക്തി എന്നാണ് പറയുന്നത്. ദേവിയുടെ പുഞ്ചിരി ഒരു പുഷ്പം പോലെയായി വന്ന് അതിൽ നിന്നാണ് ഈ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചെടുത്തത് എന്ന് പറയുന്ന ഒരു ഡിവൈൻ ലൈറ്റ് എന്നാണ് പറയുന്നത്. ഒരു കു എന്നാൽ ചെറുത്, അതേപോലെ ഊഷ്മ എന്നാൽ ജീവന്റെ ഊർജം എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. അതേപോലെ അണ്ട എന്ന് പറയുന്ന ആ ഒരു ദിവ്യമായിട്ടുള്ള ആ ഒരു അണ്ടം അല്ലെങ്കിൽ എഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പുഞ്ചിരി, ആ ഒരു സ്മൈൽ, ആ ഒരു ദേവിയുടെ പുഞ്ചിരിയിൽ നിന്നിട്ട് ഒരു വെളിച്ചം വന്ന് ആ ഒരു വെളിച്ചം പിന്നീട് അതൊരു മുട്ടയായിട്ട് മാറി അതിൽ നിന്ന് ആണ് ഈ ഒരു പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് എന്നൊരു കഥയും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥ. എന്തായാലും നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനൊരു കാര്യം ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ പുതിയൊരു അറിവ്, അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രം ജപിച്ചാൽ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും
അതായത് പ്രകാശം, ജീവിതം എപ്പോഴും പ്രകാശപൂരിതമായിട്ട് നിൽക്കാൻ അതേപോലെ സഹായിക്കുന്ന ഒന്നാണ്. സന്തോഷം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഹാർട്ട് ചക്ര, നിങ്ങൾക്ക് അറിയാത്ത മറ്റൊരു ഹാർട്ട് ചക്രയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിൽക്കുന്ന ദേവിയാണ്. അതുകൊണ്ട് തന്നെ സന്തോഷം ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുമൊക്കെ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ, പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.